Great evening, everyone. Welcome to the 77th episode of Beautiful Minds with me, Kirti. It's a live chat show with unsung heroines around the world. And today we have with us Dr. Nivya. She is an Ayurvedic doctor. She is an associate professor. She is an educator, orator, psychologist. And to be very specific, she's a child psychologist. So, Nivya, welcome to my show. Thank you. ഓക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഗസ്റ്റിന് ഹൗ ഡിഡ് വി മീറ്റ് അവർ ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാനും വി ആക്ച്വലി മെറ്റ് ആക്സിഡന്റലി നമ്മുടെ ഒരു ഷോയിൽ വന്ന ഒരു ഗസ്റ്റിന്റെ ഫ്രണ്ട് ആണ് നിവ്യ സോ ദാറ്റ് ഇസ് ഹൗ ഐ ആക്ച്വലി മെറ്റ് നിവ്യ ആൻഡ് ഷി വാസ് സോ ഹാപ്പി ടു ജോയിൻ us in the show to share her story with us. So it's a pleasure to have you here, Nivya. നിവ്യന്റെ ലൈൻ കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട് തോന്നുന്നു. It's like just getting buffered. Nivya, am I audible? അയ്യോ ഇത്ര നല്ല എൻട്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു ബട്ട് നോ പ്രോബ്ലം ഇറ്റ്സ് സം പ്രോബ്ലം വിത്ത് ദ നെറ്റ്വർക്ക് സോ വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഗസ്റ്റ് ജോയിൻ ബട്ട് ദിസ് ഇസ് ഹൗ അങ്ങനെയാണ് ഞാൻ എന്റെ ഈ ഗസ്റ്റിനെ ആക്ച്വലി പരിചയപ്പെടുന്നത് ഡോക്ടർ നിവ്യ. So when I started talking to her, it was like so good to know about her and she was so happy to join and share her story with us. Yeah. So I'll just quickly wait for my guest to again join here so that we don't have much network issues. We got to hear a lot of things from her. കൂടാതെ നമ്മുടെ ഷോയിൽ വരുന്ന എല്ലാ ഗസ്റ്റുകളും ആദ്യമായിട്ടാണ് മിക്കവാറും ലൈവ് പോകുന്നുണ്ടാവുക. സോ ആ ഒരു കുഞ്ഞ് ഇങ്ങനെ ടിക് ടിക് ആ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഗുഡ്. കൂടാതെ നാട്ടിലുള്ളവർക്ക് അറിയാം കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല മഴയും നല്ല ഇടിവെട്ടുമാണ്. ഇവിടെ കോഴിക്കോട് ആ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കാം തോന്നുന്നു നിവ്യന്റെ അവിടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ വന്ന ഗസ്റ്റിനും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ no problem, as it's our show, we have our audience there, so we will be waiting for our guest to join. Let's see, so that we can hear a lot of things from Nivya. So as soon as she joins here, we will not waste much time. We will just straight away go and shoot to know about her story. So that's how it goes. Nivya കാണാനില്ല. So people, we have to probably wait here. Or how about actually getting off? Yeah, there we go. Nivya is there. Hello. Hi, Nivya. സ്ഥലം അറിയോ? എന്തോ സ്ഥലം അറിയോ? പെട്ടെന്ന് സ്ഥലമൊക്കെ മാറിയ മാതിരി ഉണ്ടല്ലോ. സ്ഥലം മാറി. നെറ്റിന്റെ ഒരു ഇതായിരുന്നു തോന്നുന്നു. നെറ്റിന്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എനിക്ക് കേൾക്കണുണ്ട്, കാണുന്നുണ്ട്. ഈ ക്യാമറ ഒരു കുറച്ച് താഴ്ത്തി വെച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഒരു ഇത്തിരി ഹൈറ്റിലായിരിക്കണം. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടി താഴ്ത്തി. യെസ്, പെർഫെക്റ്റ്. ഇനി ചാരി ഇരുന്നാൽ അറിയാം. ഓക്കെ, സോ ദേർ വി ഗോ. ഞാൻ ഓഡിയൻസിനോട് പറയായിരുന്നു, നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാന്ന് പറയായിരുന്നു. ലൈക്ക് നമ്മള് വേറൊരു ഗസ്റ്റിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു നിവ്യ. അങ്ങനെ നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം യു വർ സോ ഹാപ്പി ടു ജോയിൻ ഹിയർ എന്നുള്ള രീതിയിൽ. സോ അഗെയിൻ ഒഫീഷ്യലി വെൽക്കം ടു മൈ ഷോ നിവ്യ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹിയർ. Thank you, Kirti, for giving me an opportunity and also to be a part of Evoke Beyond the Limits. താങ്ക് യു സോ മച്ച്. നിവ്യ, മൂവിങ് ഓൺ. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരാൾ വരുമ്പോൾ വളരെ ഫോർമൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഡോക്ടർ ഇങ്ങനെ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ നിവ്യോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻ പെട്ടെന്ന് വന്നു. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ഷുഡ് ബി വെരി ഫോർമൽ ടു യു. ഐ ഫെൽ ലൈക്ക് ഐ വാസ് ടോക്കിംഗ് ടു വൺ ഓഫ് മൈ ഫ്രണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അത് ഒരു ഡോക്ടർ നിവ്യ അല്ലേ എന്ന് ചോദിച്ചു തുടങ്ങാത്തതിന്റെ റീസൺ അതായിരുന്നു. പക്ഷെ നൗ ബീങ് ഗെറ്റിംഗ് ഇൻ ടു ദ ഫോർമൽ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ നിവ്യ, let's start from you. Where are you actually from? എന്താണ് ശരിക്കും ചെയ്യുന്നത്? And how did you actually turn your career to be a doctor and that too into Ayurvedic? അപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പകാലം മുതൽ തുടങ്ങിയാലോ നിവ്യ. Where are you exactly from? I am from Piravam, from Ernakulam district, and I hail from Piravam. And I had done my schooling from Fatima Mother School, and I had done my +2 from Vidya Mandir. And I had a good interest towards life science. So I joined SDM Ayurveda College at Hassan for BAMS. After that, I joined for MD Balaroga, that is Ayurveda Pediatrics, from the same college, SDM Hassan itself. Okay.
സൂപ്പർ. നിവ്യ, എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ ആൾക്കാർ കേൾക്കുമ്പോൾ ആദ്യമേ ഓക്കെ അപ്പൊ ഡോക്ടർ ആണല്ലേ എന്ന് പറയും. പക്ഷേ എല്ലാ ആൾക്കാരും പഠിച്ചതും അവരുടെ പ്രൊഫഷനിൽ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളുണ്ടാവും. ലൈക് ദർ വാസ് എ ചലഞ്ച്, ദർ വാസ് എ സ്ട്രഗ്ലിംഗ് ടൈം വിച്ച് യു ഹാഡ് ഗോൺ ത്രൂ. അതെല്ലാം കഴിഞ്ഞിട്ടാണ്, അല്ലാതെ വളരെ എളുപ്പമൊന്നുമല്ല ഇങ്ങനെ ഡോക്ടർ ആവാനും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നിവ്യ എന്നോട് പറയുമ്പോഴും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അതൊരു ഐ ഓപ്പണർ ആവാനുള്ള ചാൻസസ് ഉള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു നിവ്യയുടെ ചൈൽഡ്ഹുഡിൽ. ലൈക് യു വേർ റിയലി സ്റ്റുഡിയസ്, പക്ഷെ യു വർ നോട്ട് ഫോണ്ട് ഓഫ് മാത്സ് അല്ലെ? മാത്സ് അത്ര ഇഷ്ടമല്ലായിരുന്നു എങ്കിലും കൂടി അതിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ ആൾക്കാർ പറയുകയും ചെയ്യുന്നു. ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യോ നിവ്യ? ഐ തിങ്ക് ദാറ്റ് വുഡ് ബി റിയലി ഗ്രേറ്റ് ഇഫ് പീപ്പിൾ കൻ നോ അബൌട്ട് ഇറ്റ്. Okay. Actually, presently I'm working as a doctor at Paitadara Clinic at Paranthottam. But before that, the childhood in me, to describe is like I was not that much interested towards mathematics. It is not like I was getting good marks in mathematics, but I had really to take as a higher subject. I was not that interested. And at that time, എൻ്റെ കസിൻസ് ഒക്കെ കൂടുതൽ എഞ്ചിനീയേഴ്സ് ആണ്, റിലേറ്റീവ്സ് ഒക്കെ. അപ്പൊ അവരെല്ലാം എൻ്റെ അടുത്ത് പറയുമായിരുന്നു മാത്തമാറ്റിക്സ് ഇസ് എ മദർ ഓഫ് സയൻസ്. ലൈക്ക് ഇഫ് യു വോണ്ട് ടു ബി ഇൻ സയൻസ് സ്ട്രീംസ്, മാത്തമാറ്റിക്സ് ഇസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഫോഴ്സ്ഫുള്ളി ഞാൻ മാത്തമാറ്റിക്സ് എക്സാം എനിക്ക് എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ അത് ഫോഴ്സ്ഫുള്ളി ഞാൻ ബയോ മാത്തമാറ്റിക്സ് എടുത്തു. ബട്ട് വെൻ ഐ ടുക്ക് mathematics, when it comes to the trigonometry part, that is the sin theta, cos theta and all these things, no? I really got stuck with that. And then I felt like I have to switch over from biomaths to I switch over to bioinformatics. Then so I can say that mathematics is the fundamentals of mathematics and the basic principles we should know, the fundamentals we should know. But if we are good in the life science, you can do well in that also. It is not like if you are like if any of your relatives or if you have any difficulty, any hurdles in any of the subjects, you should get stuck with that. You should go beyond that, just like our evolve beyond the limits. We have beyond the limits, yeah. The limits. We have to go beyond that. Then we can search, we can find a path. That is self. So I done my UG, and after my PG, I felt like I have to be into the field of Ayurveda. And after that, I said that I had taken the Ayurveda pediatrics. Then I got an opportunity to work outside India, and also at Uttarakhand. I got an opportunity to work at Uttarakhand. Wow. There at Ayurveda Medical College. And there I was an assistant professor. There I got kids of Hindi speaking kids. So from childhood onwards I have good mastery over languages. So when I was at Haas and also when I was at Uttarakhand, I was very easy to catch up the languages. So I interacted with the patients. So Enaitu in Kannada, it's Enaitu, Nimma Hesru, these are all the languages we should learn. And it is like languages, clinical part we have to learn, and also the colloquial language is different. So I try to learn the languages with the mastery of which helps me, mastery of the language helped me. And then when I went to Uttarakhand, there in Patanjali Ayurveda College, I have many Hindi speaking kids there. I learned Hindi also. And after learning, I had an incident, like a very small kid had come to me. എന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് വെറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കിടക്കയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ആ പേഷ്യന്റ്, എപ്പോഴും നമുക്ക് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡ്രൈവർ സീറ്റ് വിൽ ബി ദ പാരന്റ്സ്. Parents are the driver seat. So it is not only we have to interact with the kids because they themselves won't come to you. It is we have two clients. One is the kid and also the parents or the primary care. So I got interacted, and it is like I had taken 2-3 interventions, therapies, and from that I came to understand that the child is having some problems in the families, like the parents are not together, they are just separated, and they have some family issues. So always the mind and the behavior is having very good interaction. The child's psychology deals with the interaction between the mind and behavior of the child. So there are certain patterns
also, apart from the genetic factors, the environmental factors, and the familial factors, will play a very crucial role. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ അത് ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പം അത് ഓൾവേസ് വി ഷുഡ് ഹാവ് ആൻ ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് അറൌണ്ട് ദ കിഡ്. സോ ദ വേൾഡ് അറൌണ്ട് ദ കിഡ് വാസ് ദ പാരന്റ്സ്. And the parents itself, they don't have a friendly environment. So by understanding that, I said them that you have to, for the sake of the kid, you have to be with the kid. And with 2-3 intervention, the problem got rectified. Great, super. എനിക്ക് തോന്നുന്നു ഡോക്ടർ നവ്യ നമ്മൾ സംസാരിക്കുന്ന സമയത്തും when you actually told me about this incident, you said just one thing very important, that നമ്മൾ എപ്പോഴും വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ അധികം കാണപ്പെടാത്തോ അല്ലെങ്കിൽ കേൾക്കാത്തതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ to sit back and listen to someone, അല്ലെ? ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം തോന്നുന്നു the family actually opened up and you could actually resolve that issue which that small kid was having. അപ്പോ what would be your suggestion, like being a child psychologist, what would you recommend actually the parents? എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർ പറയുന്ന കേൾക്കണം എന്നാണ്, കാരണം പലപ്പോഴും നമുക്ക് തന്നെ സമയം ഉണ്ടാവാറില്ല. So what would you actually recommend on that? Yeah, always we should understand, or also you should be an observant towards the environment of the kid. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ബിക്കോസ് ചൈൽഡ് സൈക്കോളജി തന്നെ ബിഹേവിയറൽ സൈക്കോളജി ഉണ്ട്, അതുപോലെ സ്കൂൾ സൈക്കോളജി ഉണ്ട്. സ്കൂൾ സൈക്കോളജി അവര് ആരൊക്കെയായിട്ടാണ് അവരുടെ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഇൻ ദ സ്കൂൾസ്, ദ ടീച്ചേഴ്സ് മൈറ്റ് ബി ചെറിയ ചെറിയ ടാൻഡ്രംസ് ഒക്കെ ആയിട്ടായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ചൈൽഡ് ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഹേവിയർ പ്രോബ്ലംസിന് ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട്, അപ്പൊ ആ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നത് ബെഡ് വെറ്റിംഗ് എന്നുള്ള പ്രോബ്ലം ആണ്. അപ്പൊ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ അതിനെ കാണാതെ അതിനകത്ത് അണ്ടർലൈൻ സൈക്കോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. So when after that, when I worked as an associate professor at Pankaj Kasturi Ayurveda College, there I had a patient. That patient, that small girl of 9-year-old girl, she complains of sweating over the palms. അതായിരുന്നു കംപ്ലൈന്റ് ആയിട്ട്. സ്വെറ്റിംഗ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം വീണ്ടും അവരോട് ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ചെറുപ്പത്തില് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന എനിക്ക് കുഞ്ഞു കുഞ്ഞു കഴിവുകളായിട്ട് എലക്യൂഷനും ഒറേഷനും ഒക്കെ നന്നായിട്ട്, ഞാൻ നല്ല ഒറേറ്റർ ആയിരുന്നു, എലക്യൂഷനൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അതൊന്നും അത്ര വലിയ ഒരു ടാലന്റ് ആയിട്ട് തോന്നിയിരുന്നില്ല. കാരണം ഓൾ വിൽ ഹാവ് മച്ച് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് സിംഗിങ്, മ്യൂസിക്, ഡാൻസ് ഇതൊക്കെയായിരുന്നു. ഈ കുട്ടികളോട് സംസാരിക്കാനായിട്ട്, ഈ കുട്ടിക്ക് സ്വെറ്റിംഗ് ആയിട്ട് വന്ന ഈ കുട്ടിയോട് സംസാരിക്കാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് എനിക്ക് ആ ഒറേറ്ററായിട്ടും അതുപോലെ എലക്യൂഷന്റെ ആ സ്കില്ലാണ്. അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ആ ഒരു ടാലന്റ് ആണ്. അപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്കൂളിൽ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ പറഞ്ഞത് ഒരു ബിഹേവിയറൽ പ്രോബ്ലം ഫാമിലിയിലുള്ളതാണെങ്കിൽ, സെക്കൻഡ് ഒരു സ്കൂളിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. സ്കൂളിൽ ഒരു വേറൊരു കൊച്ചുകുട്ടി ആ കുട്ടീനെ ഡിക്റ്റേഷൻ കാണിക്കാതെ വന്നു കഴിഞ്ഞപ്പോ ആ കുട്ടിയെ നന്നായിട്ട് സ്കെയർ ചെയ്യുകയും പിന്നീട് വീട്ടിൽ വരുമെന്ന്, ഹി ജസ്റ്റ് ആക്ട് ലൈക്ക് എ വില്ലൻ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് the kid really got frightened and ഈ കുട്ടീനെ കിക്ക് ചെയ്യുകയും കൂടെ ചെയ്തു. അപ്പം ഈ കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ വിചാരിച്ചു സ്റ്റെയർ കേസിൽ എന്തോ വീണതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പം അതൊരു ഇങ്ങനെ ഈ കുട്ടി കെയർ ചെയ്തതാണ് എന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ എന്റെ അടുത്ത് സ്വെറ്റിംഗ് ആയിട്ടാണ് വന്നത്. പക്ഷെ അത് ആക്ച്വലി ഈ കേസ് ഓഫ് സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് വന്ന ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു നിവ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്ന് ഇരുന്ന് കുട്ടികളോട് മര്യാദയ്ക്ക് ചോദിക്കാത്തോണ്ടായിരിക്കുന്നു അല്ലെ, ദാറ്റ് വി ഡോണ്ട് ആക്ച്വലി ടേക്ക് ടൈം ടു ലിസൺ ടു കിഡ്സ് വാട്ട് എക്സാക്ട്ലി ദാറ്റ്. നമ്മളിങ്ങനെ ഒരു അസുഖം വരുമ്പോ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെങ്കിലും നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ നേരെ ഡോക്ടറോട് പോയിട്ട് ആ പ്രശ്നമേ പറയുള്ളൂ. പക്ഷെ വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ ഇസ് ദാറ്റ് യു ആർ ജസ്റ്റ് സ്ക്രാച്ചിങ് ഔട്ട് from the depth of the child and understanding what exactly it is, and that is the best thing that you're doing. അതായത് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, അല്ലാതെ പുറത്ത് കാണുന്ന ആ ഒരു കാര്യത്തിനല്ലാതെ you're listening to them and you're doing the same thing അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു that is one of the best thing that you're doing actually, to sit back and listen, and this is the best field that you can actually explore, the child psychology. പ്രത്യേകിച്ച് കുട്ടികളോട് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാകുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര സുഖമായിരിക്കും ചെയ്യാൻ. I was about to ask the same thing, like ഈ orator പാട്ട് എവിടുന്ന വന്നത്, പക്ഷെ you actually told that also to everyone that ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒരു പോയിന്റ് ആണ് തോന്നുന്നു നബി. അതായത് നമ്മുടെ ഒരു സമയത്തൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ
അത്ര ഒരു ഇമ്പോർട്ടൻസ് ആരും കൊടുക്കാറില്ലായിരുന്നു. അപ്പോഴൊക്കെ ഡാൻസും പാട്ടും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എന്താ പറയാ നന്നായിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ പണ്ട് എപ്പോഴെങ്കിലും പഠിച്ചൊരു കാര്യം എപ്പോഴെങ്കിലും നമുക്ക് ഉപകരിക്കും എന്നുള്ള പറയുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആ തോന്നൂല്ലേ ഇത്? അതെ അതെ. കാരണം എനിക്ക് ചെറുപ്പത്തിൽ എപ്പോഴും തോന്നുമായിരുന്നു ഈ ലിറ്റററി ഈവന്റ്സ് ആയ എലക്യൂഷൻ, അതുപോലെ ഒറേറ്റർ, ഇങ്ങനെയുള്ള ഈവന്റ്സിലൊക്കെ ഒരു മാസിന്റെ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കും. കൂടുതൽ നമ്മൾ പാർട്ടി ഡാൻസ്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് എപ്പോഴും ഒരു വിഷമം തോന്നുമായിരുന്നു. ലൈക്ക് ഐ ഓൾവേസ് ഫീൽ സാഡ് ദാറ്റ് ദർ ആർ നോ മച്ച് പീപ്പിൾ ടു വാച്ച് ദീസ് elocution and such events. But when I grown up, I understood that for the patient interrogation, it really helped me. സൂപ്പർ. Nivya, അതല്ലാതെ I wanted to ask one more thing about psychology അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി. വെൻ യു സേ ദിസ്, നമ്മള് കുട്ടികൾക്ക് വയ്യാതാവുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ തരുന്നതാണ്. നമ്മള് അലോപ്പതി വേണോ ആയുർവേദം വേണോ? സോ what as a doctor, what would you actually recommend? ആൾക്കാർ എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ what is it about like people's interest, അല്ലെങ്കിൽ would you actually recommend as a doctor എന്തുകൊണ്ടാണ് why should people actually go for ayurveda എന്നുള്ള രീതിയിൽ? അത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബിഹേവിയറൽ ഇഷ്യൂസ്, ബിഹേവിയറൽ ഡിസോർഡേഴ്സിലൊക്കെ ആയുർവേദ ക്യാൻ ഡു വണ്ടേഴ്സ്. സോ ദർ ആർ മെനി ഓഫ് ദി കേസസ് വെയർ ലൈക്ക് the acute cases or emergency management we cannot do with the ayurveda, but chronic ആയിട്ടുള്ള കണ്ടീഷൻസ്, സ്കിൻ ഡിസീസസ് ആയാലും അതുപോലെ റെസ്പിറേറ്ററി എയിൽമെന്റ്സ് ആണെങ്കിലും ഇതിലെല്ലാം ആയുർവേദത്തിന് നമുക്ക് ഒത്തിരി ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സും അതുപോലെ ന്യൂട്രോപ്പിക് ആയിട്ടുള്ള ബ്രെയിനിന്റെ മൈലിനേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രോപ്പിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാവുന്നതാണ്. ആയുർവേദത്തിലെ ചൈൽഡ് സൈക്കോളജിയിൽ നമുക്ക് ധാര പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് കുട്ടിയുടെ അഥവാ ആയുർവേദത്തിൽ തന്നെ സത്വം എന്ന് പറയുന്നത് അപ്പൊ സത്വം നമുക്ക് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. Great, superb. So people out there, soon after this live, you will have the link to Nivya's page. Appo ningalku, if you have any doubts or something that you want to personally ask her relating to Ayurveda allengi vere child psychology ne kurichaanengil, you can definitely contact her, and trust me that she will help you out without any doubt on that. So moving on, one more thing, Nivya, I would like to ask, like ipo nammal cheyyunnathellam, you are working in a hospital, you are doing this, endana future plans? Like you are planning to focus on child psychology allengi pediatrics like completely focus ചെയ്തിട്ട് അതിൽ തന്നെ ചെയ്യാനാണോ പ്ലാൻ, അല്ലെങ്കിൽ വാട്ട് ആർ അതർ തിങ്സ് കമ്മിങ്? എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ചെയ്യുന്ന പീഡിയാട്രിക് ന്യൂറോളജി ആൻഡ് ചൈൽഡ് സൈക്കോളജി ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി സൊസൈറ്റീസ് ഉണ്ട്, ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, ടെമ്പർ ടാൻട്രംസ് ഒക്കെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള സൊസൈറ്റീസ് ഒക്കെ ഉണ്ട്. അവരുമായിട്ട് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആയുർവേദത്തിൽ ഉള്ള നമ്മുടെ ആൻഷ്യൻ സയൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഈ ഫീൽഡിൽ ചെയ്യാൻ എന്നതാണ് എന്റെ ഒരു ഡ്രീം. അടിപൊളി, സൂപ്പർ. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ഡു. കാരണം മാത്സ് ഇഷ്ടമില്ലാതെ നമ്മൾ ഇങ്ങനെ പഠിച്ചു ഇവിടം വരെ യു ആർ നൗ ബീൻ എ സക്സസ്ഫുൾ ഡോക്ടർ. അപ്പൊ പിന്നെ ഇതും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ദർ. അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ഷോയിൽ വരുന്ന ആൾക്കാരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ചോദിക്കുമ്പോൾ പലരും പുതിയ പുതിയ കാര്യങ്ങളാണ് പറയാൻ. ആൻഡ് ഐ ഓൾവേസ് യൂസ് ടു സേ ദ സെയിം തിങ്, ലൈക്ക് അത് കഴിയുമ്പോൾ there will be an episode where you will join again with me here to share that particular story of yours. So I am sure that വേറൊരു എപ്പിസോഡ് നമുക്ക് എന്തായാലും ഉണ്ടാവും ഡെഫിനറ്റ്ലി വിത്ത് ഡോക്ടർ നവ്യ, where she will be telling us that ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So that's so great to hear from you, Navya. And നമ്മൾ സാധാരണ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, what is the message from your side? Though you have been telling us about lot of things, you have been spreading out lot of messages directly, indirectly, പക്ഷെ ഒരു എന്താ പറയുക ഒരു കീഴ്വഴക്കന്മാരി ഒരു ചോദ്യം ചോദിക്കലുണ്ട്, what is the message from your side? So what would you love to actually share as a message from your side, being a doctor or being an experienced person with a lot of children and the child psychology part? എന്തായിരിക്കും, what would be your message from there? As I said that the driver's seat is the parents. Always we should be a good listener. We should be very friendly to the child. ആൻഡ് ഞാനിപ്പോ 2 കേസ് പറഞ്ഞതിലും അതില് അവര് പേരൻസിന്റെ അടുത്ത് പറയാതെ അത് എന്റെ അടുത്ത് ഒരു 45 മിനിറ്റ്സ് സംസാരിച്ചു. അപ്പൊ നമ്മളത് ആ ഒരു ഫീൽഡിലായതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പം അവരുടെ അടുത്ത് സമയം എടുത്ത് സംസാരിക്കണം, ആ ഒരു നല്ലൊരു ലിസണർ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ടാലൻസ്
അത് നമ്മൾ നർച്ചർ ചെയ്യണം. അല്ലാതെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ടാലൻസ് അത് കാണാൻ അധികം ആളില്ല, അതുകൊണ്ട് അത് നമ്മൾ അവിടെ ഷെഡ് ചെയ്യാതെ നമ്മൾ അത് നർച്ചർ ചെയ്യണം. അപ്പം എനിക്ക് സ്വാമി ചിന്മയാനന്ദജിയുടെ ഒരു കോട്ടിംഗ് ആണ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാട്ട് വി റെഗുലർലി കൾട്ടിവേറ്റ് ആൻഡ് കോൺസിസ്റ്റന്റ്ലി എൻകറേജ് ഇൻ അവർ മൈൻഡ് ദാറ്റ് ചേഞ്ച് അവർ ക്യാരക്ടർ ഫോർമേഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി അവർ ഡെസ്റ്റിനി. അപ്പൊ നമ്മൾ എന്താണ് വാട്ട് വി റെഗുലർലി കൾട്ടിവേറ്റ്, നമ്മൾ എന്താണ് റെഗുലർ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാട്ട് എൻകറേജസ് ഇൻ അവർ മൈൻഡ്, അത് റിയലി നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനും ആൻഡ് അൾട്ടിമേറ്റ്ലി അവർ ഡെസ്റ്റിനി തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചെറുപ്പത്തിലെ കുട്ടികളെ അവരുടെ ടാലൻസ് എന്തൊക്കെയാണെന്ന്, ഹിഡൻ ടാലൻസ് സെർച്ച് ചെയ്യുകയും അവരോട് ഒരു നല്ല ലിസണർ ആവുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. Thank you so much, Dr. Nivya. It was a great message. എന്ത് സിമ്പിൾ ആയിട്ടാണ് ഒരു കാര്യം കൺവേ ചെയ്തെന്നുള്ളത് ഒന്നും പറയാനില്ല. Thank you so much for joining here and sharing your small, sweet and so wonderful stories so that it becomes an eye opener for a lot of people around. To the parents out there, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നതോ പിന്നീട് കേൾക്കുന്ന ആൾക്കാർക്കോ, I'm sure that this will be a lot of things. ഈ ലിസണിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു she is not trying to say this only for parents. ഇത് in general ആണ്. Listening is something so important to be done. So, Nivya, thank you so much once again for joining here and sharing your story with us. And it was a great pleasure to have you here and to listening to you as well. Thank you, Kirti. Thank you for once again, and thank you for giving me an opportunity to be a part of Evoke Unsung Heroines. Thank you so much. Thank you so much, Nivya. And to the audience out there, thank you so much for joining today. നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ next weekend you will have another interesting woman with me to share her story with us. So until and unless right now, we just have few things to say. Keep smiling always and stay safe at home and have a great weekend ahead. Thank you so much, everyone. And thank you, Nivya, once again. Bye-bye. Thank you, Kirti. Bye.